കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നിങ്ങളുടെ ഇൻഫർമേഷൻസ് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആളുകളുമായിട്ട് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ഇത് മാത്രമല്ല, നിങ്ങൾ ആരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഇതിലൂടെ സാധിക്കും. ഇന്നുള്ള ഡിജിറ്റൽ വേൾഡിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത് കുറഞ്ഞു വരികയാണ്. ഇൻസ്റ്റഗ്രാമിൽ മറ്റുള്ളവരോട് നിങ്ങൾക്ക് വളരെ ഷാർപ്പായും കോൺഫിഡൻ്റായും ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ റിയൽ വേൾഡിൽ ഒരാളെ നേരിട്ട് കാണുമ്പോൾ അവിടെ അയാളോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ ചിന്തകളെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതും അത് ശരിയാണെന്ന് അവരെ വിശ്വസിപ്പിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് വഴികാട്ടുന്നതും ഇതൊന്നും സാധാരണ സ്കില്ലല്ല, ഇതൊരു സൂപ്പർ പവറാണ്. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങളിലുണ്ടെങ്കിൽ അപ്പോൾ ലൈഫിലെ പല പ്രോബ്ലംസിനെയും സോൾവ് ചെയ്യാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ആക്കാൻ സഹായിക്കുന്ന 4 എഫക്റ്റീവായിട്ടുള്ള ടിപ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഈ ഒരു കോൺഫിഡൻസ് ലഭിക്കും. ഇത് ഗ്യാരണ്ടീഡ് ആണ്. സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, ഫൗണ്ടേഷൻ ഓഫ് കണക്ഷൻ. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് അത് നിങ്ങളെ ബേസ് ചെയ്ത് മാത്രമല്ല മറ്റുള്ളവരെയും ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ഒരിക്കലും തൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കില്ല. അവർ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യും, അവർക്ക് സംസാരിക്കാനുള്ള ആ ഒരു സ്പേസ് കൊടുക്കും. തങ്ങളെപ്പറ്റി കൂടുതൽ സംസാരിക്കാതെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ഇവർ ശ്രമിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ബേസ് എന്നുള്ളത് എംപതിയാണ്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ സംസാരിച്ച് പോകാതെ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഒരാൾ മദ്യപിച്ച് ആക്സിഡൻ്റായി കൈ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അയാളോട് എങ്ങനെ സംസാരിക്കണം? നീ കുടിച്ചിട്ട് വാഹനം ഓടിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, ഇത് നിന്റെ ധിക്കാരം കൊണ്ട് സംഭവിച്ചതാണ്, മനുഷ്യനായാൽ ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല, ഇങ്ങനെ സംസാരിക്കുമോ? അല്ലെങ്കിൽ ഈ കൈക്ക് പറ്റിയത് നിന്റെ തലയ്ക്കാണ് സംഭവിച്ചതെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയേ പറ്റുകയുള്ളൂ, നിനക്കൊരു കുടുംബം ഉള്ളതല്ലേ, അത് നീ മറക്കണ്ട, ഇനിയെങ്കിലും ശ്രദ്ധിച്ചു വണ്ടി ഓടിക്കേ. ഇങ്ങനെ സംസാരിച്ചാലോ? ഫ്രണ്ട്സ്, നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ ഞാൻ ആദ്യം സംസാരിച്ചതുപോലെ സംസാരിച്ചാൽ മതിയായിരിക്കും. എന്നാൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ടായിരിക്കും സംസാരിക്കുക, ഞാൻ രണ്ടാമത് സംസാരിച്ചതുപോലെ. സോ എപ്പോഴും സാഹചര്യത്തെയും മറ്റുള്ളവരുടെ ഫീലിങ്സിനെയും മനസ്സിലാക്കി സംസാരിക്കുക. ഫ്രണ്ട്സിന് നിങ്ങൾക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഇമ്പ്രൂവ് ആക്കണം, നിങ്ങളുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, ഡിസിപ്ലിൻ, ഫോക്കസ്, കോൺസെൻട്രേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മൈൻഡ് പവർ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക, നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 2, ആൻസൈറ്റി മാനേജ്മെൻറ്റ്. ഒരു പുതിയ ആളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഒരുപാടധികം നെർവസ് ആയിട്ട് മാറും അല്ലേ? നെഗറ്റീവ് തോട്ട്സുകൾ മാത്രമായിരിക്കും ആ ഒരു സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് വരിക. എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കുമോ? മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ? ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകുമോ? ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് മാത്രമായിരിക്കും ആ ഒരു സമയത്ത് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കുക. ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതൽ നെർവസ് ആയിട്ട് മാറും. ചില ആളുകൾ എന്ത് ചെയ്യുമെന്നാൽ ഇങ്ങനെ സംസാരിക്കാൻ ഭയമുള്ളത് കൊണ്ട് തന്നെ ഇത്തരം സിറ്റുവേഷൻസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യും. ഇൻ്റർവ്യൂവിന് പോകാൻ ഭയപ്പെട്ട് വീട്ടിൽ തന്നെ ഇരിക്കും. സ്റ്റേജിൽ കയറി സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാർക്കെങ്കിലും കൊടുക്കും. ഇതിലൂടെ ഹാവു ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അവരിലുണ്ടായിരിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സംസാരിക്കാൻ തീരെ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ നിന്നൊക്കെ പിന്മാറുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് കൂടിയാണ് നഷ്ടമാകുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിലും ശരി, ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ ഒരു നെർവസ്നെസ് ഉണ്ടായിരിക്കും. ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ 85% ആളുകളും സംസാരിക്കുന്നതിന് മുന്നേ നെർവസ് ആകും. ബാക്കിയുള്ള 15% ആളുകൾ അവരിലെ നെർവസ്നെസ്സിനെ പുറമേ കാണിക്കില്ല. ഫ്രണ്ട്സ്, നമ്മൾ ആരും തന്നെ പബ്ലിക് സ്പീക്കേഴ്സോ ആങ്കേഴ്സോ ഒന്നുമല്ല. സോ നമ്മൾ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ സംസാരിക്കേണ്ടതായിട്ട് വരുമ്പോഴോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴൊക്കെ നമ്മൾ ഇത്തരത്തിൽ പാനിക്കാകും, നെർവസ് ആകും. ഈവൻ നമ്മളത് എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും ചില സമയത്ത് നമ്മളുടെ വാക്കുകൾ അവിടെ ഇടറിപ്പോകും.
ഇപ്പം ഞാനാണെങ്കിലും അതെ, ഇങ്ങനെ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പോകുമ്പോൾ നെർവസ്നെസ് എന്നിലും ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാടധികം അതിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നെർവസ്നെസ് എല്ലാവരിലും ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. ഞാൻ നെർവസ് ആകാൻ പാടില്ല, സംസാരിക്കാൻ അറിയാത്തവരാണ് ഇങ്ങനെ നെർവസ് ആവുക, ഇതിനെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യണം, ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നെർവസ് ആകുമ്പോൾ ഓക്കെ, ഞാൻ നെർവസ് ആകുന്നുണ്ട്, ഇതെല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നാണ്, ഇത് വലിയ പ്രശ്നമൊന്നുമല്ല, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ പറയുക. അടുത്തതായിട്ട് നിങ്ങളുടെ ടങ് ട്വിസ്റ്റ് ചെയ്യുന്ന വാക്കുകൾ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളിൽ നെർവസ്നെസ് കുറയും. സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ഇടറാതെ സംസാരിക്കാൻ സാധിക്കും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വളരെ പാനിക് ആയിരിക്കും. സോ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഹായ്, ഐ എം കേരള, ഐ എം ഫ്രം രാഹുൽ, ഇങ്ങനെ നിങ്ങളുടെ പേരും നാടും മാറ്റി പറഞ്ഞ് അവിടെ നിങ്ങൾ കുഴപ്പത്തിലാകും. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ടങ് ട്വിസ്റ്റ് ചെയ്യുന്ന വാക്കുകൾ പറയുക. ഫോർ എക്സാമ്പിൾ, തണ്ടുളരും തടിയുളരും, തണ്ടിൽ മേലൊരു ചെറുതരി കുരുമുളകുരുളും, ഇങ്ങനെയുള്ള ടങ് ട്വിസ്റ്റേഴ്സ് സ്പീഡിൽ പറയാൻ പരിശീലിക്കുക. ബട്ട് ഇത് ഫാസ്റ്റായിട്ട് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. ബട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് മൊത്തം നിങ്ങൾ പറയുന്ന ആ ഒരു വാക്കുകളിൽ മാത്രമായിരിക്കും. സോ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ നെർവസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള ടങ് ട്വിസ്റ്റേഴ്സ് വേഗത്തിൽ പറയുക. നിങ്ങളുടെ ഫോക്കസ് മൊത്തം ആ ഒരു വാക്കുകൾ കറക്റ്റ് ചെയ്യുന്നതിലേക്ക് മാത്രമായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളിലെ നെർവസ്നെസ് കുറയുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്നാൽ, നിങ്ങൾ ഒരു സ്ഥലത്ത് സംസാരിക്കാൻ പോകുന്നതിന് മുന്നേ നെർവസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ചൂയിങ്കം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു നെർവസ്നെസ് കുറയ്ക്കാൻ സാധിക്കും. ചൂയിങ്കം വായിലിട്ട് ചവയ്ക്കുമ്പോൾ നിങ്ങളിലെ ടെൻഷൻ, നെർവസ്നെസ് ഇതെല്ലാം പതിയെ കുറയും. ഇനി അടുത്തൊരു ബോണസ് ടിപ്പ് എന്താണെന്നാൽ, നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് എല്ലാം നല്ലത് സംഭവിക്കുക എന്ന് മനസ്സിൽ പറഞ്ഞ് ഒരു 5 മിനിറ്റ് പതിയെ നടക്കുക. ഇതിലൂടെയും നെർവസ്നെസ് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്പർ 3, നോൺ വെർബൽ ക്യൂസ്. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ വെറും 7% മാത്രമാണ് നമ്മളുടെ വാക്കുകൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. 38% നമ്മളുടെ വോയിസ് ടോൺ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് മോഡുലേഷൻ ആയിരിക്കാം, നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഊന്നലായിരിക്കാം. ഇനി ബാക്കിയുള്ള 55%ഉം നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ പറയുന്ന വാക്കുകൾക്ക് മാത്രമായിരിക്കും. അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയും, എന്നാൽ മാത്രമേ എനിക്കൊരു വില കാണൂ എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ വെറും 7% മാത്രമേ നിങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യൂ. ചില ആളുകൾ ഉടനെ തന്നെ മറുപടി കൊടുക്കും. ഇവർക്ക് നാച്ചുറലി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കും. ബട്ട് ഇതുപോലെ നിങ്ങൾക്ക് ടൈമിങ്ങിൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പറയുന്ന വാക്കുകൾ ക്ലിയർ ആയിരിക്കണം. ഇങ്ങനെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾ സാവധാനം നിർത്തി പതിയെ സംസാരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായി ചിന്തിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജും നിങ്ങൾ കീപ്പ് ചെയ്യുക. ഇതിലൂടെ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. വേഗത്തിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നാൽ, എക്സാക്ട്ലി നമുക്ക് എന്ത് സംസാരിക്കണമെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകും. ബട്ട് നമ്മൾ നിർത്തി സാവധാനം സംസാരിക്കുമ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് നിങ്ങൾ വളരെ കോൺഫിഡൻ്റായി മെച്യൂർഡായിട്ട് സംസാരിക്കുന്നത് പോലെ തോന്നും. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ആളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. ഇനി കണ്ണിൽ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോൾ അവരുടെ നെറ്റിയിലേക്കോ ഐബ്രോസിൻ്റെ ഇടയിലേക്കോ നോക്കി സംസാരിക്കുക. ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് പോലെ ആയിരിക്കും അയാൾക്ക് തോന്നുക. സംസാരിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കൈകൾ കെട്ടി സംസാരിക്കാതിരിക്കുക, പോക്കറ്റിൽ കൈ വെക്കാതിരിക്കുക, നിങ്ങളുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. ഇതിലൂടെ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് നിങ്ങൾ വളരെ ഓപ്പണായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് തോന്നും. ടി വിയിലെ ആങ്കേഴ്സ് കൂടുതലായിട്ടും അവരുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുക. ഇതുകൊണ്ടാണ് അവരുടെ സംസാരം നമുക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. നമ്പർ 4, ദ പവർ ഓഫ് ക്ലാരിറ്റി. ക്ലിയർ ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകളെ വാല്യൂ ചെയ്യില്ല. സോ ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാൻ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുക, നല്ല അറിവുകൾ നേടിയെടുക്കുക. അതുപോലെ നിങ്ങൾ തന്നെ സ്വയം എന്തെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളുടെ വാക്കുകളെ വാല്യൂ ചെയ്യും. നിങ്ങൾ സംസാരിക്കുന്നതിൽ എന്തൊരു കാര്യം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കും.
ഉണ്ടാക്കും. ഫ്രണ്ട്സ്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് 1-2 ദിവസം കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല. ഇതിന് നല്ല പ്രാക്ടീസ് ആവശ്യമാണ്. സോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ആക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.